46-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടത്തില്ല. നോക്കി, ഈ ഭൂമി മുഴുവൻ ഇളകി മറിഞ്ഞാലും എന്നെ സൂക്ഷിക്കുന്ന ദൈവമാണ് ഈ ദൈവം. ഹി ഈസ് മൈ പ്രൊട്ടക്ടർ. എന്നെ സംരക്ഷിക്കുന്ന, എന്നെ സൂക്ഷിക്കുന്ന ഒരു സൂക്ഷിപ്പുകാരൻ എനിക്കുണ്ടെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഞാൻ നിങ്ങളും ഇതുപോലെ ഇതിനകത്ത് നിൽക്കാനുള്ള, ഇരിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? വഴിയിൽ തട്ടിപ്പോയില്ല, രോഗം വന്നപ്പോൾ തീർന്നു പോയില്ല, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ അവിടെ എല്ലാം നമ്മെ സൂക്ഷിച്ച ഒരു ദൈവമുണ്ടല്ലോ. അങ്ങനെ അനുഭവമുള്ളവർ മാത്രം ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ എന്നെ സൂക്ഷിക്കുന്ന എൻ്റെ കർത്താവാണ്. 3 എബ്രായ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. നോക്കിക്ക്, പഴയ നിയമപ്രമാണം കൽപ്പലകളിൽ കൊടുത്തെങ്കിൽ പുതിയ നിയമപ്രമാണം എഴുതുന്നത് ഹൃദയത്തിലാണ്. ഹല്ലേലൂയ.